നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഗ്രേസ് കമ്മ്യൂണിറ്റി ടി വിയിലൂടെ ഇന്ന് നിങ്ങൾ ഈ മീറ്റിംഗ് പാലായിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ചയും പാലായിൽ നടക്കുന്ന മീറ്റിംഗ് ഇന്ന് നിങ്ങൾ വീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ അത്ഭുതത്തെ വിശ്വാസത്താൽ സ്വീകരിക്കുക. തുടർന്നുള്ള മിനിറ്റുകൾ ഇന്നും ഈ ആഴ്ചകളും ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുവാനും പ്രസംഗിക്കുവാനും പോകുന്ന വിഷയം ട്രഡീഷണൽ കേഴ്സുകൾ, പാരമ്പര്യപരമായ ശാപങ്ങൾ എന്ന പേരിൽ വ്യക്തികളെ വഞ്ചിക്കുന്ന ഒരു വലിയ ട്രാപ്പിനകത്തുനിന്ന് വ്യക്തികളെ സ്വതന്ത്രമാക്കുന്ന വചനമാണ് ഈ ദിവസങ്ങളിൽ കേൾക്കുവാനായി പോകുന്നത്. പാരമ്പര്യ ശാപമാണ് എന്ന നിരൂപേണ വ്യക്തികൾ ചുമക്കുന്ന അല്ലെങ്കിൽ ചുമക്കണമെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കപ്പെടുന്ന നുകങ്ങളുടെ ഇടയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഈ വചനത്താൽ കർത്താവ് തുറക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് ഇന്നത്തെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. 1-ാം വാക്യം വായിച്ചാൽ ഈ അധ്യായത്തിൻ്റെ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാകും. പിറവിയിൽ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു, അല്ലേ? 1-ാം വാക്യം വായിച്ചു, 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ചു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. 2-ാം വാക്യം. അവന്റെ ശിഷ്യന്മാർ അവനോട് റബ്ബി, ഇവൻ കുരുടനായി പറക്കുവാൻ തക്കവണ്ണം ആർ പാപം ചെയ്തു? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിനെ യേശു അവനെങ്കിലും. ശിഷ്യന്മാർ ചോദിച്ച ഇതാണ്, ഇത് പാരമ്പര്യ ശാപമാണോ? ഇവൻ കുരുടനായി ജനിക്കാൻ കാര്യം ഇത് പാരമ്പര്യ ശാപമാണോ? ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് കാരണം പരമ്പരാഗത ശാപമാണോ? ഞാൻ ചുമക്കുന്ന ഈ ദുഃഖത്തിൻ്റെ കാരണം പാരമ്പര്യ ശാപമാണോ? എൻ്റെ പിതാക്കന്മാർ ചെയ്തതിൻ്റെ ദോഷമാണോ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്? ഈ ചോദ്യം നിങ്ങളോ ഞാനോ ചോദിക്കുന്നതിന് മുമ്പേ കാലാരംഭം മുതൽ കാലപ്പഴക്കം ചെന്ന ഒരു ചോദ്യമാണ് ഈ പ്രസക്തമായ ഈ ചോദ്യം. എന്നാൽ ഈ ചോദ്യത്തിന് പിതാക്കന്മാരുടെ ശാപമാണ് ഇത് എന്ന മറുപടി അല്ല യേശു കൊടുത്തത്. ഈ ചോദ്യം നിങ്ങൾക്കറിയാം. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ഇവൻ ഇന്നു വരെ ഒന്നും കണ്ടിട്ടില്ല. ഈ കുരുടനായ മനുഷ്യൻ ഇന്നു വരെ ഒന്നും കണ്ടിട്ടില്ല. ജനിച്ചപ്പോൾ മുതൽ ജന്മനാ ഇവൻ കുരുടനാണ്. ജന്മനാ കുരുടനായവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പം കർത്താവ് പറയുന്ന വാക്കാണ് നിങ്ങളിവിടെ വായിച്ചത്. അവൻ്റെ ശിഷ്യന്മാർ അവനോട് റബ്ബി, ഇവൻ കുരുടനായി പിറക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചതിന് അതിന് യേശു, ഇവനെങ്കിലും ഇവൻ്റെ അമ്മയപ്പന്മാരും പാപം ചെയ്തിട്ടില്ല എന്നല്ല, പാപം ചെയ്തിട്ടല്ല ഇത് വന്നത്, പിന്നെ ഇതെങ്കിൽ ദൈവപ്രവൃത്തി വായിച്ചു. അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ട്രഡീഷണൽ കേഴ്സുകൾ, പാരമ്പര്യ ശാപങ്ങൾ ഉണ്ട് എന്ന വാദഗതിയാണ് ഏറ്റവും കൂടുതൽ ലോകത്തിൽ കേട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അപ്പൻ പുളിച്ച മാങ്ങ തിന്നാൽ മകൻ്റെ പല്ല് പുളിക്കണമോ? അപ്പൻ പുളിച്ച മാങ്ങ തിന്നാൽ മകൻ്റെ പല്ല് പുളിക്കണമോ? അപ്പൻ പുളി കഴിച്ചാൽ അതിൻ്റെ അനുഭവം മകൻ പേറണമോ? ഈ ചോദ്യത്തിന് മറുപടി കാലാകാലങ്ങളായി മനുഷ്യൻ ആരാഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിലായി കഴിഞ്ഞിട്ടും ഈ പാരമ്പര്യ ശാപങ്ങൾ പിന്തുടരും എന്ന പഠിപ്പീര് വളരെ വിസ്തൃതമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഓരോ യേശുവിലായാലൊന്നും എല്ലാ ശാപമൊന്നും പൊട്ടത്തില്ല, ചിലതൊക്കെ പിന്നെ അഴിയാനുണ്ട്. അതുകൊണ്ട് തന്നെ അഴിക്കുന്നവരുടെ അടുക്ക ചെന്ന് അത് പിന്നെ അഴിക്കണമെന്നുള്ളത്. പക്ഷെ പ്രിയമുള്ളവരെ, പിറവിയിൽ കുരുടനായി ഈ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശുവിനോട് ചോദിച്ചു, ഇവൻ ഇങ്ങനെയാ കാര്യം, മാതാപിതാക്കളുടെ ശാപമാണ്. യേശു ആണെന്നല്ല പറഞ്ഞ്, യേശു അല്ലെന്നാണ് പറഞ്ഞ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഏത് ശാപമാണെങ്കിൽ ഇതിനെ അഴിക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അതിനായിട്ടൊന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി. 3-ാമത്തെ വാക്യത്തിൽ അതാ യേശു പറഞ്ഞത്, ഇതെങ്കിൽ ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിനത്രേ. ദൈവമായ എൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഇത് പിതൃശാപം എന്ന് നിങ്ങൾ പേർ വിളിച്ച് വെച്ചിരിക്കുന്നത് ദൈവമായ എൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് ഒന്ന് വായിച്ചോ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. പകലുള്ളിടത്തോളം ഈ തെറ്റിദ്ധാരണ അഴിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഇപ്പൊ പകലാണ്, ഇനി രാത്രി വരാൻ പോകുന്നു. പകലുള്ളിടത്തോളം ഈ തെറ്റിദ്ധാരണ അഴിക്കണം. ഏത് തെറ്റിദ്ധാരണയാ? പൈതൃക ശാപം പരമ്പരാഗതമായി തലമുറകളുടെ മേൽ വരും എന്ന ആ പാരമ്പര്യ ശാപത്തിൻ്റെ വക്താവായി നിങ്ങളും ഞാനും മാറുമെന്ന ഉപദേശത്തെ പകലുള്ളിടത്തോളം അഴിക്കണം. ഹല്ലേലൂയ. യേശു പറയുക, ഈ വിഷയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്. അകാല മരണങ്ങൾ, തുടർമാനമായ അനർത്ഥങ്ങൾ,
എന്തോ ചെയ്താലും രക്ഷപ്പെടാത്ത അവസ്ഥകൾ, കുഞ്ഞുങ്ങൾക്ക് വരുന്ന പ്രത്യേക ചില അസ്വസ്ഥതകൾ, ഇതൊക്കെ കാണുമ്പം ഒരിക്കലെങ്കിലും നിങ്ങളോ ഞാനോ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, എൻ്റെ പിതാക്കന്മാരുടെ എന്തോ ദോഷമായത് എന്ന് തോന്നുന്നു, അതൊന്ന് അഴിഞ്ഞാൽ കൊള്ളാമായിരുന്നുവെന്ന്. പക്ഷെ പ്രിയമുള്ളവർ, യേശുവിൽ വന്ന നിങ്ങളുടെ മനസ്സിപ്പോലും അങ്ങനെ ഒരു ചിന്തയുടെ കാര്യമില്ല. കാരണം യേശുവിലായതോടെ സകല പൈതൃക ശാപങ്ങളും പൊട്ടിപ്പോയിരിക്കുകയാണ്. കർത്താവിനെ കൊണ്ട് പൊട്ടിപ്പോകാത്തതായിട്ടൊന്നുമില്ല. കർത്താവിൽ സകല പൈതൃക ശാപങ്ങളും പൊട്ടിയിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറ, ഇനി ഒരു പൈതൃക ശാപവും നിങ്ങളുടെ മേൽ വാഴുന്നില്ല. ഒന്ന് കരം കൊടുത്ത് പറഞ്ഞേ, ഇനി ഒരു പൈതൃക ശാപവും നിങ്ങളുടെ മേൽ വാഴുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇനി ശാപം മുറിക്കേണ്ട ആവശ്യമില്ല. ശാപം എനിക്ക് നിങ്ങൾക്ക് മുറിക്കാൻ ഒക്കത്തില്ല. ശാപത്തെ മുറിക്കേണ്ടത് യേശുവാണ്. ഞാൻ അനുഗ്രഹമാകുവാൻ യേശു ശാപമായി. യേശു ശാപമായത് ഞാൻ അനുഗ്രഹമാകാനാണ്. അതിൻ്റെ അർത്ഥം യേശുവിലായപ്പോഴേ ഞാൻ അനുഗ്രഹമായി മാറിക്കഴിഞ്ഞു. എൻ്റെ ശാപത്തിൻ്റെ വേരുകൾ പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് ശാപമുണ്ട് എന്ന തെറ്റിദ്ധാരണ നിങ്ങളുടെ ഉള്ളിലിട്ടാൽ ഒരുപക്ഷെ നിങ്ങളെ ശപിക്കപ്പെട്ട അവസ്ഥയിൽ കൊണ്ടുപോകുവാൻ സാത്താന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവമക്കൾ യേശു ക്രിസ്തുവിൽ ശാപമുക്തരാണ് എന്ന പരിജ്ഞാനത്തിൽ വളരണമെന്ന് ഈ മെസ്സേജിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, യേശു ക്രിസ്തുവിൽ നിങ്ങൾ ശാപമുക്തരാണ്. യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഒരു ശാപവുമില്ല. കാരണം ശാപം എന്നത് അടിമത്തമാണെങ്കിൽ യേശുവിലുള്ളത് സ്വാതന്ത്ര്യമാണ്. വചനം അറിയാവുന്നവര് ഗലാത്യ ലേഖനം 5-ാം അധ്യായം ഒന്ന് എടുത്തു വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം ഒന്ന് എടുത്തു വേണമെങ്കിൽ ഒന്ന് വായിച്ചു. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വളരെ സുപരിചിതമായ വാക്യം. നിങ്ങൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ട് ഒന്ന് പറഞ്ഞേ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു എന്നെ സ്വതന്ത്രനാക്കി. ഞാനായതല്ല, ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചതല്ല, എന്നെ സ്വതന്ത്രനാക്കിയതാ. എന്ന് പറഞ്ഞാൽ വേറൊരാൾ ഈ സ്വാതന്ത്ര്യം എനിക്ക് തന്നതാ, അല്ലാതെ ഞാൻ ശ്രമിച്ച് നേടിയതല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ശ്രമത്താൽ ഞാൻ നേടിയതല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ദിവസം ശ്രമിക്കാതിരിക്കുന്നതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം പോകുന്നില്ല. ഞാൻ ശ്രമിച്ച് നേടിയതായിരുന്നെങ്കിൽ, ഞാൻ ഒരു ദിവസം ശ്രമിക്കാതിരുന്നായിരുന്നെങ്കിൽ ഇത് പോയേനെ. ഇത് എൻ്റെ ശ്രമത്താൽ വന്നതല്ല, യേശുവിൻ്റെ ശ്രമത്താൽ വന്നതാകയാൽ ഞാൻ ശ്രമിച്ചാലും ഇല്ലേലും ഇത് എന്നിൽ തുടരുക തന്നെ ചെയ്യും. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുക, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അതിൻ്റെ അർത്ഥം എന്നാ? ഇനി നിങ്ങളുടെ മേൽ ഒരു ശാപമില്ല. പറഞ്ഞേ, സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു എന്നെ സ്വതന്ത്രനാക്കി. എന്നിട്ട് അടുത്ത വാക്യം ഇസ് എ വാർണിംഗ്. അതൊരു വാർണിംഗ് ആണ്. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. ഏതില്? യേശു എന്നെ സ്വതന്ത്രനാക്കി എന്ന ഉപദേശത്തിൽ ഉറച്ചു നിൽപ്പീൻ. എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഒരു വാർണിംഗ് പോലെ പറയുന്നത്? ഉറച്ചു നിന്നില്ല എങ്കിൽ വേറെ ഒന്നിലേക്ക് വീഴുവാൻ സാധ്യതയുണ്ട്. വേറെ ഒന്ന് എന്താ? രണ്ടെണ്ണം അവിടെയുള്ള. ഒന്ന് ശാപമില്ല, ഒന്ന് ശാപമുണ്ട്. ശാപമില്ല എന്ന ഉപദേശത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ അത് നിങ്ങളിൽ തുടരും. എന്നാൽ അതിൽ നിങ്ങൾ ഉറച്ചു നിന്നില്ല എങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അതെന്തോ ശാപം, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഭാര്യ ഇങ്ങനെ, അവൾ വന്ന അന്ന് മുതൽ തുടങ്ങിയത്, അവളൊരു ശപിക്കപ്പെട്ട വീട്ടിലുള്ളതാ, ഞാൻ എന്തോ ശാപമാണെന്ന് തോന്നുന്നു. നീ വന്നു കയറിയ കാലം മുതലേ വീട്ടിൽ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. ആ മോള് അവൾ ഉണ്ടായ അന്നു മുതൽ ഞങ്ങളുടെ വീട്ടിൽ ശാപമാണ്, അവളൊരു ശപിക്കപ്പെട്ട മകളാ. ഇങ്ങനെയൊക്കെ ഒത്തിരി ശാപവാക്കുകൾ കേട്ടവരും പറഞ്ഞവരും എന്നെ കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, 5-1 നിങ്ങളുടെ ഉള്ളിൽ എഴുതണം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതിൽ ഉറച്ചു നിന്നാൽ മാത്രമേ ഈ സ്വാതന്ത്ര്യം നമ്മളിൽ വളരുകയുള്ളൂ. ഹല്ലേലൂയ. സ്വതന്ത്രനാക്കി എന്നുള്ളത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറ, സ്വതന്ത്രനായ പോരാ, കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. യേശു എൻ്റെ കെട്ടുകളെ അഴിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഇനി കെട്ടുകൾ അഴിയട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരമടിക്കേണ്ട ആവശ്യമില്ല. ഇനി കെട്ടുകൾ അഴിയട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരമടിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കെട്ടഴിഞ്ഞതിൽ നിങ്ങൾക്ക് ഉറപ്പില്ലെന്നാ. കേട്ടവർക്കായി സ്തോത്രം. ഹലോ,
ഹല്ലേലൂയ. കെട്ടുകൾ അഴിഞ്ഞതിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും അഴിയട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരമടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അഴിയാനൊന്നുമില്ല, നിങ്ങളുടെ കെട്ട് എന്നേ അഴിഞ്ഞു പോയി. നിങ്ങൾ കരമടിക്കുന്ന കാണുമ്പോഴേ സാത്താൻ സന്തോഷിക്കും. അപ്പോൾ ഇവക്ക് ഉറപ്പില്ലെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അത് കേട്ടപ്പോൾ ഉള്ളിൽ ഒരു ചെറിയ ഭയം കിടപ്പുണ്ട്. എന്നാ ഭയം? ഇപ്പോഴും എന്നെ ചിലതൊക്കെ പിന്തുടരുന്നുണ്ട്. എന്നാ എന്നേലും ഉണ്ടെങ്കിൽ പൊട്ടട്ടെ, ഒന്നും ഇല്ലല്ലോ. കണ്ടോ, സാത്താൻ്റെ തന്ത്രങ്ങൾ പലപ്പോഴും നാം വിചാരിക്കുന്ന തരത്തിലല്ല പ്രിയമുള്ളവരെ. ഇത് തന്നെ നിങ്ങൾ നോക്കിക്കേ. സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു എന്നെ സ്വതന്ത്രനാക്കിയിട്ട് എന്നോട് പറയാം, അതിൽ സ്റ്റാൻഡ് ഫേം, അതിൽ ഉറച്ചു നിൽക്ക്. ഒന്ന് വായിച്ചേ, നോക്കിയേ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ എന്നെ സ്വതന്ത്രനാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെ കുടുങ്ങിപ്പോകരുത്. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ കൊടുക്കുന്ന അടിമനുഖം ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ പിന്നെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോരുമെന്ന് പറയുമോ? ഹലോ, കൊടുക്കുന്ന അടിമനുഖം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോരുമെന്ന് പറയുമോ? ഇല്ല, കൊടുക്കുന്ന അടിമനുഖമുണ്ട്. എന്താണ് ഇവിടെ പറയുന്ന കൊടുക്കുന്ന അടിമനുഖം? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കിയപ്പോൾ ഏതിൽ നിന്നാണ് ഗലാത്യലേഖനത്തിൽ പറയുന്നതിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നാണ് യേശു നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. പ്രിയമുള്ളവരെ, എന്തായിരുന്നു ന്യായപ്രമാണത്തിൻ്റെ ശാപം? എന്തായിരുന്നു ന്യായപ്രമാണത്തിൻ്റെ അനുഗ്രഹം? മോശയുടെ നേതൃത്വത്തിൽ അരങ്ങ് തിമിർത്ത് പഴയ നിയമത്തിൽ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്ത ആടിയ ന്യായപ്രമാണത്തിൽ വ്യവസ്ഥ ഇങ്ങനെയായിരുന്നു: ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും, ചെയ്യാത്തവൻ ശപിക്കപ്പെടും. ചെയ്താൽ അനുഗ്രഹമാ, ചെയ്തില്ലെങ്കിൽ ശാപമാണ്. ചെയ്യാൻ നിങ്ങൾക്കോ എനിക്കോ പറ്റുന്നില്ല എങ്കിൽ അനുഗ്രഹത്തിന് പകരം നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്, ശാപമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ ഈ ശാപങ്ങൾ ചെയ്തില്ല എന്ന കാരണത്താൽ പലരുടെ മേലും വാഴുകയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞ്. 100 കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചു, 98 ഞാൻ ചെയ്തു, 2 എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ആ 2 ചെയ്തില്ല എന്ന കാരണത്താൽ 98 കാര്യം ചെയ്തതിൻ്റെ മാന്യത ഇല്ലാതാവുകയും ചെയ്യാത്തവൻ്റെ ലിസ്റ്റിൽ ഞാൻ ആവുകയും ചെയ്യുന്നു. അനുസരിച്ച് നടന്നാൽ അനുഗ്രഹം, അനുസരിച്ച് നടന്നില്ലെങ്കിൽ ശാപം. അതുകൊണ്ട് തന്നെ അനുസരിച്ച് നടക്കാൻ കഴിയാത്ത എനിക്കും നിങ്ങൾക്കും ശാപമായിരുന്നു. അതുകൊണ്ടാണ് ന്യായപ്രമാണം ശാപത്തിൻ്റെ കീഴിൽ അടച്ചു വെച്ച നിങ്ങളെയും എന്നെയും വിടുവിക്കുവാൻ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കെ യേശു, ഗലാത്യലേഖനത്തിൽ തന്നെ ഉള്ളതാ, യേശു മരത്തിന്മേൽ തൂങ്ങി ശാപമായി മാറി. എന്തിനാണെന്നറിയോ? മരത്തിന്മേൽ തൂങ്ങി യേശു ശാപമായത് ഞാൻ ഇനി ശാപത്തിന്റെ കീഴിലാകാതിരിക്കാൻ വേണ്ടിയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തോ. ഇന്ന് തന്നെ ഞാനിത് പറയുമ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് വ്യാപരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നാട്ടെ. 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി, എനിക്ക് വേണ്ടി. എന്നോട് ചേർന്നൊന്ന് പറയാം, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ യേശു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ഒന്നുറക്കെ പറഞ്ഞ യേശു. കരമുയർത്തി എല്ലാവരും പറഞ്ഞ യേശു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിനാ വായിച്ചേ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കെ യേശു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിനാ? ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്, നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിലയ്ക്ക് വാങ്ങി. എൻ്റെ അപ്പൻ്റെ ഗുരുത്തക്കേടിൻ്റെ ശാപം ഇന്ന് എൻ്റെ മേൽ വാഴത്തില്ല. എൻ്റെ അമ്മയുടെ ഗുരുത്തക്കേടിൻ്റെ ശാപം ഇന്ന് എൻ്റെ മേൽ വാഴത്തില്ല. എൻ്റെ വീട്ടുകാരുടെ ഗുരുത്തക്കേടിൻ്റെ ശാപം ഇന്ന് എൻ്റെ മേൽ വാഴത്തില്ല. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചേർന്ന് ശപിച്ചാലും ശാപം എൻ്റെ മേൽ വാഴത്തില്ല. കാരണം ശാപത്തിനകത്തുനിന്ന് എന്നെ ഒരുത്തൻ വിലയ്ക്ക് വാങ്ങി. വാങ്ങും എന്നല്ല വാക്ക്, വാങ്ങി. ചേർന്ന് പറഞ്ഞേ, വാങ്ങി. ശാപത്തിൽ നിന്ന് യേശു എന്നെ വിലയ്ക്ക് വാങ്ങി. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ശാപത്തിൽ നിന്ന്. വായി തുറന്ന് പറഞ്ഞേ, ശാപത്തിൽ നിന്ന് യേശു എന്നെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ യേശുവിൽ ആകുന്ന ഉടനെ ഈ വിലയ്ക്ക് വാങ്ങലാണ് നടക്കുന്നത്. ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ തിരിച്ചറിവില്ലായ്മയുടെ കാലത്ത് എന്തെല്ലാം കാഴ്ചകളും നേർച്ചകളും എൻ്റെ പേര് നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എവിടെയെല്ലാം കൊണ്ട് അടിമ വെച്ചിട്ടുണ്ട്, എന്തെല്ലാം ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ
വിട്ടേച്ചു പോകുന്ന പലതും നിങ്ങളുടെ പുറകെ ഉണ്ട് എന്ന തരത്തിൽ ചില പൗരോഹിത്യ പോരുകൾ. അതെന്നാ പോരാ? ഓക്കെ, പാരമ്പര്യത്തിൻ്റെ ചില പോരുകൾ നിങ്ങളോട് വാദിച്ചു നിൽക്കുന്നുണ്ട്. യേശുവിനെ സ്വീകരിച്ച് നിങ്ങളുടെ പുറകെ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ പുള്ളി കാശടിക്കാൻ വേണ്ടി പറഞ്ഞ തന്ത്രമാണ്. അതിനപ്പുറത്ത് വചനത്തിന് അതിന് അടിസ്ഥാനമില്ല. വചനം എന്താ പറയുന്നത്? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കെ യേശു കട്ടിലേ കിടന്ന് മരിച്ചില്ല, കസേരയിൽ ഇരുന്ന് മരിച്ചില്ല, അവൻ മരത്തിന്മേൽ തൂങ്ങി മരിച്ചു. എന്തിനാ? യേശുവിൽ എൻ്റെ ശാപം തീരാനാ. ഒന്ന് പറഞ്ഞേ, യേശുവിൽ എൻ്റെ ശാപം തീർന്നിരിക്കുക. പറഞ്ഞേ വായി തുറന്ന് പറഞ്ഞേ ദൈവമക്കളെ, യേശുവിൽ എൻ്റെ ശാപം. ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ വായിച്ചു നോക്കിയേ, എനിക്ക് എന്തു വന്നു? ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ അനുഗ്രഹം. യേശു അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം എന്താ? അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം, യഹൂദനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. യഹൂദൻ ഞെട്ടിപ്പോയി. എടാ, എനിക്ക് തൊട്ടാൽ തീണ്ടലുള്ള ജാതി എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നോ? അവൻ എൻ്റെ വഴിക്ക് വന്നാൽ അവൻ്റെ വീട്ടിൽ പോലും കയറാൻ എനിക്ക് ഇഷ്ടമില്ല. അവൻ ഞാൻ നിമിത്തം അനുഗ്രഹിക്കപ്പെടുന്നു. വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഞങ്ങൾ യഹൂദന്മാർ തലയെടുപ്പുള്ള ജാതി, ജാതികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൈത്തമുള്ള ജാതി. പക്ഷേ ദൈവം അബ്രഹാമിനെ വിളിച്ച് പറയാം, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എന്നാ അതിലൂടെ കണ്ടേ? അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യേശു നിൻ്റെ ഗോത്രത്തിൽ വരുന്നുണ്ട്. ആ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹം ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാ കാര്യം? ഈ യേശു മരത്തിന്മേൽ തൂങ്ങി യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ശാപം വഹിച്ചു കഴിഞ്ഞു. ഇനി യേശുവിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് ഇനി ശാപമല്ല, അനുഗ്രഹമാ. ചേർന്ന് പറഞ്ഞു, അനുഗ്രഹമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ യേശു നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ. 14-ാമത്തെ വാക്യം, 3:14. അബ്രഹാമിന്റെ അനുഗ്രഹം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. വിശ്വാസത്താൽ പ്രാപിച്ചു. എവിടെ? നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തു എന്ന ആത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ ആ ക്രിസ്തു നിങ്ങളുടെ സകല ശാപവും വഹിച്ച ക്രിസ്തുവാണ്. പറഞ്ഞു, യേശു എൻ്റെ സകല ശാപവും വഹിച്ചു. എന്നോട് ചേർന്നൊന്ന് പറയാൻ മടിക്കരുത്. ഉറക്കെ പറഞ്ഞാൽ, യേശു എൻ്റെ സകല ഇനി ഒരു ശാപം അനുഗമിക്കുന്നില്ല. പറഞ്ഞാട്ടെ. ഇത് പറയുമ്പോൾ തന്നെ ഉണ്ട് എന്ന ക്രമത്തിൽ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും നിങ്ങൾ ഉറപ്പിച്ചത് മുഴുവൻ ഇന്നിവിടെ പൊട്ടി മാറുമെന്ന് മാത്രമല്ല, ആ ശാപം ഇരുന്നിടത്ത് അനുഗ്രഹം ഇരിക്കാൻ പോവുക. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്തോ വലിയ ശാപമാ, ഇതെന്തോ വലിയ ശാപമാ എന്ന് നിങ്ങൾ പറഞ്ഞതിനെ നോക്കി നിങ്ങൾ ഇനി പറയാൻ പോകുന്നു, ഇതെന്തോ വലിയ അനുഗ്രഹമാ. ഹല്ലേലൂയ. എന്നാ കാര്യം? നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഒരു ശാപത്തിൻ്റെയും കാര്യത്തിലല്ല നടക്കുന്നത്. ഞാൻ ഇന്ന് കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന മകളാ. ഞാൻ യേശുവിൻ്റെ കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചേ മക്കളെ. ഇന്ന് തന്നെ ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ ഈ വചനത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നു. യേശു എന്നോട് പറയുന്നു, ശാപം എന്ന ക്രമത്തിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളിൽ വ്യാപരിപ്പിച്ചത് പലതും യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് പൊട്ടുകയാ. അതിനകത്തുനിന്ന് കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങിയെന്ന് ഉറപ്പുള്ളവര് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ചേർന്ന് കരമടിച്ചൊന്ന് പറഞ്ഞു, ശാപത്തിനകത്തുനിന്ന് യേശു എന്നെ വിലയ്ക്ക് വാങ്ങിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഒരു ശാപം എൻ്റെ മേൽ വാഴുന്നില്ല. ചേർന്ന് പറഞ്ഞേ, ശാപത്തിനകത്തുനിന്ന് യേശു എന്നെ വിലയ്ക്ക് വാങ്ങിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഒരു ശാപം എൻ്റെ മേൽ വാഴുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരാണ്. അതിനുവേണ്ടി നിങ്ങളെ വിളിച്ചവൻ നിങ്ങൾക്ക് പകരം ശാപമായി തീർന്നു. അവനിൽ നിങ്ങൾ അനുഗ്രഹമായി തീർന്നു. 1-2-3 വാക്യങ്ങളോടെ എൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കാമോ? വേഗത്തിലെടുത്താട്ടെ. എബ്രായ ലേഖനത്തിലേക്ക് എടുത്താട്ടെ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ഓക്കെ, ഭൂമിയുടെ മേലുള്ള ശാപം യേശുവിലൂടെ മാറിയിരിക്കുകയാണ്. ഞാൻ ഓരോന്നായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയാം. ഭൂമിയുടെ മേലുള്ള ശാപം യേശുവിലൂടെ മാറിയിരിക്കുകയാണ്. ഇന്ന് അതാത് സസ്യാദികളെ ഭൂമി വിളയിക്കുന്നു. എങ്ങനെയാ? അനുഗ്രഹമാകുന്ന മഴ കുടിച്ചിട്ട് അതാത് സസ്യാദികളെ ഭൂമി മുളപ്പിക്കുന്നു, ഭൂമി കായ്ക്കുന്നു. ഗലാത്യ ലേഖനം 3:14 നമ്മൾ വായിച്ചില്ലേ? അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചു. നോക്കിയേ 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. പത്രോസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ
3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ദോഷത്തിന് പകരം ദോഷവും ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. നിങ്ങൾ ഒന്ന് തൊട്ട് പറ, ഞാൻ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. ഒന്ന് പറഞ്ഞേ, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. ഞാൻ ശാപം അനുഭവിക്കേണ്ടതിനല്ല, ഞാൻ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങൾ അനുഗ്രഹിച്ചോ? നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം വല്ലവന്റെ മേലും വീഴും. കാരണം നിങ്ങൾ അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാ. ബ്രദറിനെ കർത്താവ് സ്പർശിക്കുന്ന റെഡ് ഷർട്ടിയുടെ ബ്രദർ, യു കം ഫോർവേഡ്. എൻ്റെ അടുത്തോട്ട് വന്നാട്ടെ. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്നു. വ്യക്തമായിട്ട് യേശു എന്നോട് പറയുന്നു, ഒരു പ്രത്യേക പരിശുദ്ധാത്മാവിൻ്റെ ഡെലിവറൻസിലേക്ക് നിന്നെ നടത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. താങ്ക് യു ജീസസ്. പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി വർഷങ്ങളുടെ പഴക്കം പറഞ്ഞ് പഴയ കാര്യങ്ങൾ പിന്നെയും കൊണ്ടുവന്ന് ഓരോ തവണ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ജീവിതത്തിൽ ഓരോ പരുപരുത്ത അനുഭവങ്ങൾ വരുമ്പോഴും ഇത് കാരണമാ അന്നത് ചെയ്തു പോയല്ലോ എന്ന കുറ്റബോധത്തിനകത്ത് കെട്ടപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മകന്റെ മേൽ അഭിഷേകം ഇറങ്ങി വരട്ടെ. എന്റെ ചങ്ങല പൊട്ടുന്നു. എനിക്ക് വ്യക്തമായി കാണാൻ കഴിയും, ദൈവരാജ്യത്തിൽ അതിശക്തമായിട്ട് പ്രയോജനപ്പെടാനുള്ള വിളി നിന്റെ മേലുണ്ട് മോനെ. നിന്നെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുക. ആ നിഴൽ ഒഴിയുന്നു ഈ ശരീരത്തിൽ നിന്ന്. ഈ മനുഷ്യനെ യേശു ഫ്രീ ആക്കുന്നു. വർഷങ്ങളുടെ അടിമനുഖം വർഷങ്ങളുടെ സർവ്വതലോട് കൈവച്ച യേശുവിൻ നാമത്തിൽ സ്വാതന്ത്ര്യപ്പെടുക. ആ വ്യക്തി, ആ വലിയ ഡെലിവറൻസ് ഇപ്പോൾ തന്നെ ആ മകന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഭയങ്കരമായിട്ട് ആ സ്വാതന്ത്ര്യം യേശു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചില സ്പെഷ്യൽ വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞേ. കാടടച്ചുള്ള വെടിവെപ്പല്ല. ജീസസ്. ഞാൻ പിന്നെ ആ വിഷയം ആവർത്തിക്കാം. പണ്ടെങ്ങോ സംഭവിച്ച തെറ്റിന്റെ പേരിൽ, പണ്ടെങ്ങോ ജീവിതത്തിൽ സംഭവിച്ച കുറവിന്റെ പേരിൽ, എന്തോ ആയിക്കോട്ടെ, എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ ആ കുറവുകൾ, അതിന്റെ പേരിൽ സാത്താൻ ഇന്നും ദണ്ഡിപ്പിക്കുന്ന, അടിമപ്പെടുത്തുന്ന അതിന്റെ ശാപമാ മോനെ ഇത്. ഇതിന്റെ കൂടെ പലതും നീ അനുഭവിക്കണമെന്ന ക്രമത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന പഴക്കം ചെന്ന ശാപത്തിന്റെ വേരുകളെ യേശു അഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മേലേക്ക് അഭിഷേകം. ഇനി ഇവനെ മുറിപ്പെടുത്താം. അഴിയുന്നു. ഈ വ്യക്തിക്കുള്ളിൽ നിന്ന് അഴിയുന്നു. പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയെ സ്വാതന്ത്ര്യപ്പെടുത്തും. അഴിയട്ടെ. ആ നുകവിന്റെ മേൽ നിന്ന് അഴിയട്ടെ. ആ ശാപം പൊട്ടട്ടെ. അഴിയട്ടെ. പേര് പറയട്ടെ. അഴിഞ്ഞു പോട്ടെ. ഇവൻ സ്വതന്ത്രനാകട്ടെ. ഇനി ആ പഴയതിന്റെ പേരിലുള്ള മുറിവുകൾ വേണ്ട. യേശുവിന്റെ നാമത്തിൽ ഇപ്പം കർത്താവ് പറയുന്നു, ഞാൻ അന്ന് ചെയ്തതിൻ്റെ ദോഷം ഇതുപോലൊരു പല ആയുസ്സുണ്ടെങ്കിലും ഞാൻ അനുഭവിച്ച് തീരത്തില്ല എന്ന ക്രമത്തിൽ ഞാൻ അനുഭവിക്കുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നാവ് കൊണ്ട് വരുന്ന ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നിനെയും വ്യാഖ്യാനിച്ച് ഇതാ എന്ന ക്രമത്തിൽ എഴുതി വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മേൽ കർത്താവിൻ്റെ കരമിറങ്ങുന്നു. യേശു പറയുന്നു, നീ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അനുഭവിച്ചത്.
ഞാൻ അനുഭവിച്ചതിൻ്റെ അർത്ഥം നീ അനുഭവിക്കാതിരിക്കണമെന്ന. ഒരു തെറ്റിന് 2 പ്രാവശ്യം ഒരു കോടതിയിലും ശിക്ഷയില്ല. ഒരിക്കൽ ശിക്ഷിച്ചാൽ ഇനിയുള്ളത് രക്ഷയാണ്. ആ രക്ഷയാണ് ഇനി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നത്. ബ്രദറെ, കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എന്താ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിക്കുന്നത്? വലിയൊരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് വലിയൊരു ആഗ്രഹം. പക്ഷെ വരാൻ പറ്റത്തില്ലാത്ത വേറെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതിന് പോകണമായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. അപ്പോൾ വലിയ ദൈവസാന്നിധ്യം അനുഭവം എനിക്ക് മനസ്സിലായി. ഇന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. വർഷങ്ങളായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടിമോനെ, ആ ശാപം തീർന്നു. ഇനി അത് നിന്റെ മേൽ വാഴുന്നില്ല. നീ രക്ഷപ്പെട്ടു, നീ വർദ്ധിക്കപ്പെട്ടു. കരമടിച്ചോ, യേശുവിനെ സ്തുതിച്ചു. ഓ മൈ ജീസസ്, ഞാൻ വ്യക്തമായിട്ട് കണ്ടുകൂട്ടാ. നിന്നെ ഇനി മുറിപ്പെടുത്താൻ കർത്താവ് അങ്ങനെയാ പറയുന്നത്. ഇനി പഴയ മുറിവ് നിന്നെ മുറിപ്പെടുത്തത്തില്ല. ഇനി അതിൽ നിന്ന് രക്തം ഒഴുകണ്ട. അതിന് ശമനം വന്നിരിക്കുന്നു. കരമടിച്ചൊന്ന് യേശുവിനെ സ്തുതിച്ചു.